നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. പോർച്ചുഗലിനെ കൊളംബിയയ്ക്കെതിരെ സമനില. ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കൊളംബിയ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത്. പോർച്ചുഗലിനെ ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല കൊളംബിയ. അവരെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടു കൊളംബിയ. പോർച്ചുഗലിനെ സമാധാനത്തോടെ, ആശ്വാസത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ഒരു ആക്രമണവും നടത്താൻ പറ്റിയില്ല. എല്ലാ തരത്തിലും കൊളംബിയ പ്രതിരോധിച്ചു, ഒപ്പം കൊളംബിയ ആക്രമിച്ചു. എന്തായാലും ഇരു ടീമുകൾക്കും അവസരങ്ങൾ ലഭിച്ചു, പക്ഷേ ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. അതേ തുടർന്നാണ് രണ്ട് ടീമുകളും ഓരോ പോയിന്റ് വീതം നേടി സമനിലയിൽ പിരിഞ്ഞത്. ഗ്രൂപ്പിൽ ഇതോടെ കൊളംബിയ ഒന്നാമതും പോർച്ചുഗൽ രണ്ടാമതുമായി മാറി. സ്വാഭാവികമായിട്ടും ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. കാരണം ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ കൊളംബിയയും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്ര എളുപ്പമായിരിക്കില്ല. ഏതാണ്ട് തുല്യ ശക്തികളായ ഇരു ടീമുകളും ഗംഭീര കളി കാഴ്ചവെക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇരു ടീമുകൾക്കും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് ടീമുകളുടെയും ആക്രമണത്തെ ശക്തമായി ചെറുത്തു നിന്നു. ആ നിലയിൽ പ്രത്യേകിച്ച് കൊളംബിയ രണ്ടാം പകുതിയിലൊക്കെ നന്നായിട്ടാണ് കളിച്ചത്. അവരുടെ ഡിഫൻസും അവരുടെ മിഡ്ഫീൽഡും ഗംഭീരമായിരുന്നു. പക്ഷെ അവരുടെ മുന്നേറ്റ നിരക്ക് വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ കൊളംബിയ ജയിക്കുമായിരുന്നു. പോർച്ചുഗലിനും അവസരങ്ങൾ കിട്ടി. പക്ഷെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും മങ്ങിയ പോലെ തോന്നി. നിറം മങ്ങിപ്പോയി. റൊണാൾഡോയുടെ മാജിക് ഒന്നും കണ്ടില്ല. എന്തായാലും ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഇരു ടീമുകളും നോക്കൗട്ടിൽ കടന്നു കഴിഞ്ഞു.